ഹൗഡി മോഡി നമസ്തേ ട്രംപ് ഇരു നേതാക്കന്മാരുടെയും ഊഷ്മളമായ ബന്ധം ലോക ശ്രദ്ധ നേടുന്നതിൽ ഈ രണ്ട് പരിപാടി വഹിച്ച പങ്ക് വളരെ വലിയൊരു പങ്കാണ്. ട്രംപ് വീണ്ടും ഒരു മാസത്തിനകം ഇന്ത്യയിൽ എത്തുമെന്ന് കേൾക്കുന്നുണ്ട്. ഈ ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിൽ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കൂടുതൽ ദൃഢമാവാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെ പ്രതീക്ഷിക്കാം? ട്രംപിൻ്റെ രണ്ടാം വരവ് ഒരുതരം എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. ഒന്നാമത് ട്രംപ് പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ അത് ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കുന്നതാണ്. പിന്നെ പൗരത്വ പ്രശ്നത്തിലൊക്കെ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നതാണ്. കാരണം ഈ ജന്മ പൗരത്വം എന്ന് പറയുന്നത് മാറ്റി പിന്നെ അനധികൃതമായി താമസിക്കുന്നവരെ മുഴുവൻ പുറത്താക്കാനുള്ള ഛടുതിയിലുള്ള തീരുമാനം, അതൊക്കെ അതിനകത്തൊക്കെ ഇന്ത്യക്കാരന് വ്യാപകമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബാധിക്കും. പക്ഷേ ഇന്ത്യയുമായുള്ള ഊഷ്മളമായ ഒരു ബന്ധത്തിന് തകരാറൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ മോഡിയും ട്രംപുമായി ഒരു റാപ്പോ ഉണ്ട്, കൃത്യമായിട്ടുമുണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണ സമയത്ത് മുഴുവൻ അത് തുടർന്നിരുന്നു, ഇപ്പോഴും അത് തുടരുന്നു. അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഇന്ത്യക്കും ചൈനയ്ക്കും, ഇന്ത്യയും ചൈനയുമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളിപ്പോൾ. റഷ്യ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ റഷ്യ വിട്ടുകഴിഞ്ഞല്ലോ. അതിനപ്പുറം ഇന്ത്യയും ചൈനയുമാണ് മോഡി ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അത് രണ്ടും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഇന്ത്യയിലേക്ക് മോഡി ഉടൻ വരുന്നു എന്ന് അല്ല, ഇന്ത്യയിലേക്ക് ഉടൻ എത്തുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ താമസിയാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ സൂചനകളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എന്തായാലും മോഡി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും, വളരെ അധികം താമസിയാതെ തന്നെ ഉണ്ടാകും. അത് ഇന്ത്യയിൽ വന്നാണ്, മോഡി അമേരിക്കയിൽ പോയാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. വരാനാണ് സാധ്യത, ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് തോന്നുന്നു. ട്രംപ് ആദ്യം പ്രസിഡന്റായി വന്നപ്പം ഈ ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അഹമ്മദാബാദിലെ, അവിടെ നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടി വലിയ വിജയമായിരുന്നു. പിന്നെ ഇളക്കി പറിച്ചു അവിടെ തന്നെ. ഇപ്പോഴത്തെ നരേന്ദ്രമോദി സ്റ്റേഡിയം അവിടെയായിരുന്നു. പിന്നെ മറ്റേ ഹൗഡി മോഡി എന്ന മോഡിയുടെ പിന്നെ അമേരിക്ക സന്ദർശനത്തോടനുബന്ധിച്ച് ട്രംപ് എത്തിയിരുന്നു. അല്ല, അതൊക്കെ ശരിയാണ്. മോദിയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. അതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി ചെയ്തു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാര പ്രശ്നങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പോൾ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആണെങ്കിൽ ഈ അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന് പറയുന്നത്. ഈ 175 ബില്യൺ അമേരിക്കൻ ഡോളർ ഉള്ള വ്യാപാരമാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് അമേരിക്ക നേടുന്നത്. അതിലിപ്പം പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 1.4 ബില്യൺ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ പിന്നെ നമ്മൾ 8.5 5.1 ബില്യൺ കയറ്റുമതിയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിത്തമാണ് ഇതുപോലും നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നടക്കുമ്പോൾ അവർ പുതിയ 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 കാര്യങ്ങൾ കണ്ടെത്തും സ്വാഭാവികമായിട്ടും. ഇപ്പം തന്നെ അമേരിക്കയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഡയറി ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ മാംസം, അത്തരത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട് കാർഷിക. അതിനൊക്കെ കൂടുതൽ വ്യാപാരം നടത്താൻ വേണ്ടിയുള്ള കനത്ത സമ്മർദ്ദമാകും ഇന്ത്യയുടെ പുറത്ത് ചെലുത്താൻ പോകുന്നത്. കനത്ത സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നതിനുള്ള. അപ്പോൾ അതൊക്കെ കയറ്റുമതി തീരുവ എന്ന് പറയുന്നതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെയും വാണിജ്യ കണ്ണോടെ കാണുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. അതൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ പിന്നെ ഇന്ത്യക്ക് എതിരായി ശത്രുതാപരമായ ഒരു നടപടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്കൊരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല. ശത്രുതാപരമായ നടപടി ഉണ്ടാവുന്നത്. മോദി എൻ്റെ സുഹൃത്തെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ട്രംപ് ഇതിലൊരു പരിപാടിയിൽ വന്നപ്പം, ഈ ഹൗഡി മോഡി പരിപാടിയിലൊക്കെ വന്നപ്പം പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ പക്ഷേ അതിന് പിന്നാലെ തന്നെ ഈ നികുതിൻ്റെ കാര്യത്തിൽ ഇന്ത്യ കഴുത്തറക്കുകയാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായി. പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്ന സൂചന ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് വന്ന ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ തവണത്തെ ട്രംപിനേക്കാൾ വളരെ 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 ഷാർപ്പായ അല്ലെങ്കിൽ ചില സമീപനങ്ങളാണ് എടുക്കുന്നത്. ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാഥമിക സമീപനം എന്നുപോലും നമുക്ക് തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്ത് ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങൾ അടക്കമാണ് എടുക്കുന്നത്. അത് ഇന്ത്യയെ മാത്രമെന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം കാനഡ അമേരിക്കയുടെ ഭാഗമാണ്, ഇന്ത്യ അമേരിക്കയുടെ സ്റ്റേറ്റാണ് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയില്ലേ. പിന്നെ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല, മെക്സിക്കോ അതിർത്തിയിൽ
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും വളരെ വളരെ പെട്ടെന്നും ചടുതിയിലും കൂടുതൽ ഇല്ലാതെയുമാണ്. ഇപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ 24 മണിക്കൂറിൻ്റെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവസാനിപ്പിച്ചിരിക്കണം, താനുണ്ടായിരുന്നെങ്കിൽ നടക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത് മോഡിയുമായുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഊഷ്മളമായിരിക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോഡിയും വളരെ കൃത്യമായ നിലപാടുകളോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പൂർണ്ണമായും അമേരിക്കയ്ക്കും ട്രംപിനും വിധേയനായ ഒരു കാര്യം നടക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ കുറേയേറെ അമേരിക്കയിൽ പോയിരിക്കുന്ന ഇന്ത്യക്കാർ തിരിച്ച് ഈ രാജ്യത്തേക്ക് വരുന്നൊരവസ്ഥയുണ്ട്, ഉടനെ ഉണ്ട്. അവരെ സ്വീകരിക്കാൻ ഇന്ത്യ സന്നദ്ധമാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഈ 2ാം ടേമിൽ ഊഷ്മളമായിരിക്കുമോ ബന്ധം എന്നതിന് ഒരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചൈനയുടെ ഷീ ജിൻപിങ് വന്നു. ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിനെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അങ്ങനെയല്ല, അതായത് ചില രാജ്യക്കാരെ, ചില പ്രധാനമന്ത്രിമാരെ വിളിച്ചു, പക്ഷേ മോഡിയെ വിളിച്ചില്ല. അതിൽ സ്വാഭാവികമായും പറഞ്ഞാൽ അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ ഭരണാധികാരികളെ ക്ഷണിക്കുന്ന ഒരു സമ്പ്രദായമില്ല. പിന്നെ അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വിളിക്കാറുണ്ട്. അത് അങ്ങനെ വിളിച്ചില്ല, അങ്ങനെ വിളിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കില്ല. പക്ഷേ ഇത്തവണ ചില പ്രധാനമന്ത്രി, ഹംഗറിയുടെ പ്രധാനമന്ത്രി വിളിച്ചു. അത് ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തി. അതും പിന്നെ ട്രംപിന്റെ ഒരു കൗശലമാകാനാണ്. അതൊരു വിരോധത്തിന്റെ കാര്യമല്ല. മോദി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നും ചില വാർത്തകൾ. അതിനെപ്പറ്റി അത് ആധികാരികമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ പൊതുവായി രാജ്യങ്ങൾക്ക് ലഭിച്ച ക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ പങ്കെടുത്തിരുന്നല്ലോ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു കാരണവശാലും അദ്ദേഹം എന്തെങ്കിലും തന്ത്രങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ തവണ ചില രാജ്യങ്ങളെ വിളിച്ചിട്ടുണ്ടാകും എന്ന് അത് നേരിട്ട് വിളിക്കുന്നത് പുതിയ എന്തെങ്കിലും നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് മറ്റെന്തെങ്കിലും കാരണത്തിലായിരിക്കും. ഒരു കാരണവശാലും ഈ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനോ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടൊരു സമീപനം എടുക്കാൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കഴിയത്തില്ല. അങ്ങനെ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാപാര, വ്യവസായ, വാണിജ്യ കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ എന്താ പറയുക സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് അതും പറ്റത്തില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം വ്യാപാര ബന്ധങ്ങളിൽ നമുക്ക് ഈ 2 രാജ്യങ്ങൾക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന അക്കാര്യത്തിൽ ഈ ജനസംഖ്യയാണ്. 142 കോടി ജനസംഖ്യ എന്നത് തന്നെയാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയെ പോലൊരു രാജ്യത്തിൽ ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം ഊഷ്മളമാക്കണമെന്ന് ചിന്തിക്കുന്നതും ഊഷ്മളമായ ബന്ധങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ മോഡിയുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നതും അങ്ങനെ ഒരു കൂടിക്കാഴ്ച വളരെ പെട്ടെന്ന് നടക്കുമെന്ന് നമ്മൾ കരുതുന്നതും അങ്ങനെയാണ്. അല്ല, ഊഷ്മളമാകും എന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കുമെങ്കിലും ചില തീരുമാനങ്ങൾ, അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചില തീരുമാനങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കും, അതോടൊപ്പം തന്നെ 20,000-ഓളം വരുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരെ പറഞ്ഞയക്കും. ഇതൊക്കെ വലിയ വെല്ലുവിളിയല്ലേ? അല്ല, കുടിയേറ്റക്കാരെ പറഞ്ഞയക്കും എന്നുള്ളത് ട്രംപിൻ്റെ നേരത്തെ ഉള്ള സമീപനമാണ്. അത് എന്നും അദ്ദേഹത്തിൻ്റെ സമീപനം അതായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ സമീപനം അതായിരുന്നു. അത് തന്നെയാണോ നല്ലത്? അത് തന്നെ. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതാണ് നല്ലത്. ഒരു അമേരിക്കൻ രാഷ്ട്രതലമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും അത് ഉപയോഗപ്രദമാക്കാവുന്നതേ ഉള്ളൂ. ഇത് അനധികൃത വിസയിലുള്ള ആൾക്കാരുടെയാണ് ഇത് അദ്ദേഹം പറയുന്നത്. 20,000-ഓളം ആൾക്കാരെ ഇന്ത്യയിൽ ഒറ്റ ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റി അല്ല 20,000-ഓളം ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ പലരും എക്സ്പെർട്സ് ആണ്, വലിയ ബിരുദമുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ഈ അനധികൃതമായ കുടിയേറ്റത്തിന് തടയിടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായിട്ട് വരത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 20,000 അല്ലെങ്കിൽ 30,000 ആകട്ടെ അനധികൃതമായ മറ്റൊരു രാജ്യത്ത് കുടിയേറി അവിടെ ചെന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ രൂപപ്പെട്ടത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് മോഡിയുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ മോഡിയുടെ ഒരു രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ തരത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഈ അനധികൃതമായ പോക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് പോകുന്നതിന് പ്രശ്നമില്ല, വിദേശ രാജ്യങ്ങളിൽ പോവുക. പക്ഷേ ആ പോക്കെന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാവൽ ഏജൻസികളും ഒക്കെ ചേർന്ന് അനധികൃതമായി പലരെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ അവിടെയുള്ളവർ അനുഭവിക്കുന്നുണ്ട്.
അവിടെയുള്ള വിദ്യാഭ്യാസത്തിന് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും അനുഭവിക്കുന്നത്. അതേ അവസരത്തിൽ വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അധികൃതമായി പോകാൻ കഴിയുന്ന ഒരുപാട് അത് പ്രോത്സാഹിപ്പിക്കുകയും അല്ലാത്ത കാര്യങ്ങൾ അവസാനിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അപാകതയോ തെറ്റോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ല, ട്രംപിന്റെ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊന്നും മോദി അമേരിക്കയിലൊന്നും പോയിട്ടില്ല, അതിനുള്ള ഒരു പ്രത്യേകത ഒന്നും അല്ല, നമ്മളിപ്പോൾ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നേരിട്ട് ഇടപെടേണ്ട കാര്യമോ പറയേണ്ട കാര്യമോ ഒന്നുമില്ലല്ലോ. ഏതായാലും ഒറ്റ കാര്യത്തിൽ ഒരു കാരണവശാലും ഇന്ത്യയുമായുള്ള ഒരു ബന്ധം മോശമാക്കാൻ വേണ്ടി മനഃപൂർവ്വമായ ഒരു ശ്രമം ആണ് നടന്നിരിക്കുന്നത് എന്ന് കരുതാൻ. ഇത് ഈ പൗരത്വ പ്രശ്നമായാലും, അതായത് ഈ ആളുകളെ തിരിഞ്ഞയക്കുന്ന കാര്യമായാലും, ജന്മപൗരത്വത്തിൻ്റെ കാര്യമായാലും, എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അമേരിക്കയ്ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചൈനയുമായി പല കാരണവശാലും ട്രംപിന് അടുക്കാൻ പറ്റില്ല. ചൈനയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയ്ക്ക് അത് ചൈനയുടെ താല്പര്യം കൊണ്ടാണ്. ചൈന അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് അമേരിക്കയുമായുള്ള ബന്ധം തുടരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയെ പോലെയല്ല, ഇന്ത്യയുമായുള്ള ബന്ധം തുടരണമെന്ന് ട്രംപിനാണ് താല്പര്യം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇങ്ങനെ ഈ രണ്ട് ധ്രുവം ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ചൈനയ്ക്കപ്പുറം ഇന്ത്യയോട് അടുപ്പം പുലർത്തിയേ മതിയാവും. അതായത് മോഡി പോയില്ല എന്ന് കരുതി ഈ ബന്ധത്തിന് വലിയ മോഡി പോയില്ല എന്ന് പറയുന്നത് നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഈ മോഡി ചെയ്യുന്നതിനെയൊക്കെ എന്താ മോഡിയുടെ പ്രവൃത്തികളെ എന്തും ദോഷകരമായി വിലയിരുത്തുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ മോഡി പറയുന്നതല്ല, മോഡി ചെയ്യുന്നതല്ല ശരിയാണെന്നല്ല, പക്ഷേ അങ്ങനെ വിലയിരുത്തുന്നവരുടെ ഒരു കാര്യമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധത്തിന് പ്രത്യേകമായ തകരാറൊന്നും ഉണ്ടാകില്ല. പിന്നെ മോഡിയുടെ തീരുമാനങ്ങൾ, മൊത്തത്തിലുള്ള ചടുതിയിലുള്ള തീരുമാനങ്ങൾ പല ലോകരാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അത് പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടും അത്തരം ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്കും ഉണ്ടാകും. പക്ഷേ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിനൊന്നും അടക്ക കാര്യങ്ങളൊന്നും അമേരിക്കയുടെ സമ്മർദ്ദത്തിനൊന്നും അതുപോലെ മോഡി വഴങ്ങത്തില്ല. പക്ഷേ അങ്ങനെ വഴങ്ങാതിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്താൻ ഒട്ട് കഴിയുകയില്ല. എന്തായാലും നമസ്തേ ട്രംപ് പോലുള്ള ഭയങ്കര ബമ്പം പരിപാടി അദ്ദേഹം വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുത്തതിന് ശേഷം ഇന്ത്യയിൽ മോഡി സംഘടിപ്പിക്കുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. നോക്കാം.